ശശി തരൂരിനോടുള്ള നിലപാട് കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. പാർലമെൻറ്റിൽ വിപ്പ് കൊടുക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് BJPക്ക് എതിരായ നിലപാടാണ് കോൺഗ്രസിൻ്റേത് എന്നുള്ള വിപ്പാണ്. അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അനഭിമതനായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPക്ക് സ്വീകാര്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJPയിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് വലിയ പദവികളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി എന്തായിരിക്കും സംഭവിക്കാനുള്ളത്? തരൂരിൻ്റെ മനസ്സിൽ കൃത്യമായൊരു ചിത്രമുണ്ട്. അത് കോൺഗ്രസിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. BJP അതിനാവശ്യമായ ഡിസൈനൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. ഇനിയുള്ള സമയം എനിക്ക് തോന്നുന്നു ഒരേ ഒരു ഘടകം, ടൈം ഫാക്ടർ മാത്രമാണ്, സമയം. എന്താ കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ MP ആണ് ശശി തരൂർ. അതെ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ഭാവി പദ്ധതികൾക്കനുസരിച്ച് ഇപ്പോൾ അദ്ദേഹം BJPയിൽ പോയി ചേരുകയോ അല്ലെങ്കിൽ BJP ഏൽപ്പിക്കുന്ന പദ്ധതികളിലേക്ക് പോവുകയോ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തിട്ട് കോൺഗ്രസ് അല്ലാതായി തീരുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ MP എന്ന നിലയിലുള്ള ഭാവിയെ ബാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റേതല്ലാത്ത കുറ്റത്തിന് അദ്ദേഹം ഈ MP എന്ന ബാധ്യത എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൂറുമാറ്റത്തിൽ നിന്നോ പുറത്താക്കലിൽ നിന്നോ എങ്ങനെ ഒഴിവാക്കാമെന്ന അജണ്ടയായിരിക്കണം ഇപ്പോൾ അദ്ദേഹത്തെ നയിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ചരിത്രത്തിലെ ഒരു വലിയ ദൗത്യം വളരെ തന്ത്രപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതെന്താണ്? അവരുടെ ഒരു വാക്കുകൊണ്ടോ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ആക്ഷൻ കൊണ്ടോ ആണ് ശശി തരൂരിനെ പോലെ കാലിബറുള്ള സ്റ്റേച്ചറുള്ള ഒരു വലിയ നേതാവിനെ കുറച്ചു കാലത്തേക്കാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ സേവനത്തിന് കിട്ടിയ ഒരാളെ കളഞ്ഞത് കോൺഗ്രസിനെ കൊണ്ടാണ് എന്ന് പറയാൻ ചരിത്രത്തിലിടയാക്കരുത്. മാത്രമല്ല, ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഭൂമിയോളം താണുപോയിട്ട് അങ്ങേയറ്റത്തെ ക്ഷമയോടെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തി എന്ന് ചരിത്രമെങ്കിലും പറയണം. എനിക്ക് തോന്നുന്നു അതിലപ്പുറത്ത് വലിയ പ്രതീക്ഷയോടെ ഒന്നും അല്ല കോൺഗ്രസ് നീങ്ങുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് കൊടുത്തത് 3 അവസരങ്ങളാണ്. ഒന്ന്, പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് പാർലമെൻ്ററി പാർട്ടിയുടെ യോഗം വിളിച്ചു ഡൽഹിയിൽ. അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദേശത്താണ്. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൗത്യവുമായി അദ്ദേഹം ഇപ്പോൾ ഗ്രീസിൽ പോയിരിക്കുകയാണ്. വേണമെങ്കിൽ ആ ദൗത്യം ശശി തരൂരിൻ്റെ ഒരു രീതി വെച്ച്, അദ്ദേഹത്തിൻ്റെ സാധ്യത വെച്ച് ഏത് സമയത്തും ഏത് ലോകരാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഡൽഹിയിലൊരു യോഗത്തിൽ പങ്കെടുത്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും ചെയ്യാറില്ല. മാത്രമല്ല, വിദേശയാത്രയൊന്നും അദ്ദേഹത്തിന് പുതുമയുള്ളതല്ല. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്ന നിലക്ക് ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ്. പോകാത്ത രാജ്യങ്ങളില്ല. മാത്രമല്ല, അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന് യാത്ര അല്ലെങ്കിൽ ഒരു ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന് AICC-യുടെ പ്രധാനപ്പെട്ട പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് വരാവുന്നതേ ഉള്ളൂ. അദ്ദേഹം മനഃപൂർവ്വം വരണ്ട എന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഓഫർ കൊടുത്തു. അത് KPCC ആണ് കൊടുത്തത്. KPCC പറഞ്ഞു, കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ അങ്ങുണ്ടാവണം. രാഹുൽ ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലെ മുഖ്യ പ്രഭാഷകനായിട്ട് അങ്ങുണ്ടാവണം. അപ്പോഴും അദ്ദേഹം സ്കിപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കോൺഗ്രസിൽ തുടർന്നു പോകണമെന്ന ആഗ്രഹമുള്ള ഏതൊരു നേതാവും, കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കോൺഗ്രസ് മീറ്റിംഗ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം. ആ മീറ്റിങ്ങിൽ ഒഴിവാക്കാൻ സാധ്യതയില്ല. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അപ്പോൾ 3ാമത്തെ നിർദ്ദേശം വെച്ചു, അങ്ങ് വിദേശയാത്ര കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് വന്നാൽ ഉപകാരം. കാരണം രാഹുൽ ഗാന്ധി കോട്ടയത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്ത് വരുന്നു, AK ആൻ്റണിയെ കാണുന്നുണ്ട്. അപ്പോൾ KPCC ആസ്ഥാനത്തോ AK ആൻ്റണിയുടെ വീട്ടിലോ വെച്ച് അങ്ങയുമായി ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന നിർദ്ദേശവും KPCC വെച്ചു. AICC നിർദ്ദേശം വെച്ചു. അതും അദ്ദേഹം പാലിച്ചില്ല. ഞാൻ വരാൻ വൈകും എന്ന് വളരെ ഒരു ബാലിശമായ മറുപടിയാണ് പറഞ്ഞത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്നെ ആരും വിളിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ എന്നെ വിളിച്ചില്ല. ശശി തരൂരിന് വേണമെങ്കിൽ ഞാൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ നിലമ്പൂരിലെ ഏത് കോൺഗ്രസ്സുകാരനും 4 കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹം പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ പോകാതെ എന്നെ വിളിച്ചില്ല എന്ന പരാതി പറഞ്ഞു. കുറ്റം കോൺഗ്രസിന് ഇരിക്കട്ടെ. പക്ഷേ ആ പഴിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചത് 3 കാര്യങ്ങളിൽ. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം,
ഈ 3 മീറ്റിങ്ങിനും വേണമെങ്കിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു. വേണ്ട, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെങ്കിലും പങ്കെടുക്കാമായിരുന്നു. ഒരു ദിവസം നേരത്തെ എത്തിയാൽ മതി. പിറ്റേന്ന് അദ്ദേഹം വന്നിട്ട് എറണാകുളത്ത് താമസിച്ചു. എറണാകുളത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ശശി തരൂർ ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാം, കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം. VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത വലിയൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ ഇവിടെ നടന്നു കോൺഗ്രസിന്റെ. ആ യോഗത്തിന് ശശി തരൂരിനെ മനഃപൂർവ്വം വിളിച്ചില്ല. കാരണം അദ്ദേഹത്തിന് 3 അവസരങ്ങൾ കൊടുത്തിട്ടും അദ്ദേഹം വരാത്തത് കൊണ്ട് ഇനി അദ്ദേഹത്തെ വിളിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. അത് ഒരു റീസൺ ആക്കി അവർക്ക് ഉപയോഗപ്പെടുത്താം. അതെ, തീർച്ചയായിട്ടും. കാരണം അവർക്ക് കൊടുക്കാവുന്നിടത്തോളം അവസരങ്ങൾ കൊടുത്തല്ലോ. ഇനി അദ്ദേഹം ഇന്നലെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ വിളിച്ചില്ല. ഇനി നടക്കാനുള്ള സാധ്യത ആണ് അടുത്തത്. ഇപ്പൊ നേരത്തെ ബിനു പറഞ്ഞ പോലെ ഇനി നടക്കാൻ പോകുന്നത് പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ ശശി തരൂർ പങ്കെടുത്തില്ല. പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് തീരുമാനിച്ചിരിക്കുന്നു എന്തൊക്കെയായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി, ഈ സമ്മേളനകാലത്ത് ഉയർന്നു വരാനിടയുള്ള ദേശീയ അജണ്ടകൾ എന്തൊക്കെയാണ്, പാർലമെന്റ് അജണ്ട, ആ പാർലമെന്ററി അഫയേഴ്സിൽ എന്തൊക്കെ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ടത്, ഓരോ അംഗങ്ങളും എടുക്കേണ്ട നിലപാട്, ഓരോ സെഷനിലും ആരൊക്കെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശശി തരൂർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ശശി തരൂരിനും പക്ഷേ വിപ്പ് കൊടുക്കും, കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പ്. കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ന വിഷയങ്ങളിൽ, ഓപ്പറേഷൻ സിന്ദൂർ തൊട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്, ആ നിലപാടാണ് പാർലമെന്റിൽ പറയേണ്ടത് എന്ന വിപ്പ് കൊടുക്കും. നമുക്കറിയാവുന്നതുപോലെ ശശി തരൂരിനെ പോലെ ഒരാൾക്ക് ഇനി നിലപാട് മാറ്റി പറയാനാവില്ല. ശശി തരൂർ വളരെ പ്രഖ്യാപിതമായി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ മുഴുവനും ശരിയാണെന്ന് ലോകം മുഴുവൻ നടന്ന് പറഞ്ഞു വന്ന ഒരാളാണ്. അദ്ദേഹത്തോട് അതേ സമയത്ത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ AICCയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ തൊട്ടും അതിനു മുമ്പും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന പ്രതിരോധ നിലപാടുകളെ വളരെ ശക്തമായി അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു മുമ്പ് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പോലും ഗൂഢാലോചനകളുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വിപ്പ് തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ. ആ വിപ്പ് ശശി തരൂരിന് സ്വീകരിക്കാൻ തീർച്ചയായും പറ്റില്ല എന്ന് ഉറപ്പാണ്. മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ്റിന് വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂർ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യേണ്ടി വരും. അതിനവസരം കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊരു ക്ലാഷായിട്ട് മാറും. കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസ് MP ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിച്ചു എന്ന് വരും. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് നടപടിയെടുക്കാൻ ന്യായമായ കാരണം വരും. ശശി തരൂർ ചോദിച്ചു വാങ്ങുന്നത് പോലെ അവസരം കിട്ടും. അല്ല, ഇതിപ്പോൾ എല്ലാവർക്കും അത് ഗുണമാണ്. കാരണം ശശി തരൂരിന് ഗുണമാണ്, കോൺഗ്രസിന് ഗുണമാണ്, BJPക്കും ഗുണമാണ്, 3 കൂട്ടർക്കും ഗുണമാണ്. സത്യം പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന്റെ വാതിൽ തുറന്നു കിട്ടാനാണ് ശശി തരൂർ കാത്തിരിക്കുന്നത്. BJPയുടെ വാതിൽ അല്ല, കോൺഗ്രസിന്റെ വാതിൽ പുറത്തേക്ക് പോകാൻ അത് അദ്ദേഹമായിട്ട് വലിച്ചു തുറക്കുകയോ ചവിട്ടി തുറക്കുകയോ ചെയ്യില്ല. നല്ല സ്ട്രാറ്റജിയാണ്. കോൺഗ്രസ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് അപ്പൊ പുറത്തിറങ്ങാം, അപ്പുറത്തെ വാതിൽ തുറന്നു കിടക്കുകയും. അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇനി അവശേഷിക്കുന്ന വലിയ പദ്ധതികളുണ്ട്, അതിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന് തുടരുകയും ചെയ്യാം. ഒരേ സമയം ഒരു യാത്രയപ്പോൾ ഒരു വരവേൽപ്പും നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അതല്ലാത്ത മറ്റൊരു സാധ്യതയും ഇനി ശശി തരൂരിന്റെ മുമ്പിലില്ല. അത് കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസമായി ഈ പാർലമെന്റ് സമ്മേളനത്തോടെ മാറും എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.